ഇതാരൊക്കെയാ വന്നേക്കുന്നോക്കെ? നമ്മുടെ മോളും മരുമോനും ദേണ്ട് വന്നിരിക്കുന്നു. അമ്മാവാ ഇതാരടാ, പ്രേംകുമാറോ? അമ്മാവാ എന്നെ ഒരുമാതിരി ഊശിയാക്കണ സംസാരിക്കുന്നത്. ഞാൻ നിന്നെ എന്തോ ഊച്ചയാക്കിയെന്നായി പറയുന്നത്. അമ്മാവന്റെ കാര്യം മനസ്സിലാക്കണം. ചേരേണ്ടത് തമ്മിലേ ചേർക്കാവൂ, അല്ലാതെ ചേർക്കാൻ നോക്കരുത്, അത് ചേരത്തില്ല. ഞാൻ നിന്റെ അമ്മായിമായിട്ട് ചെറിയ ചെറിയ വിഷയങ്ങളൊന്നും വേറെ വിഷയങ്ങളൊന്നുമില്ല. നിങ്ങളുടെ വിഷയമല്ല പറഞ്ഞത്, ഞങ്ങളുടെ വിഷയം. എടാ നീ അത് വിട്. ഓ അയ്യോ കാണിച്ചേ. അല്ല ഇത് വിടാൻ പറഞ്ഞു. എടാ അത് വിടാനല്ലേ പറഞ്ഞേ. നിങ്ങളുടെ വിഷയം വിടേ, ഞാൻ മോളുമായിട്ട് സംസാരിച്ച് കാര്യമാക്കാന്ന് പറഞ്ഞേ. എന്നാ മോളെ പ്രശ്നം? അച്ഛാ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ മൂഡ് സ്വിങ്സ് വരും. അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഇങ്ങനോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എടാ കൊച്ചേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ചട്ടിയും കലവാണെങ്കിൽ തട്ടിയും മുട്ടിയും എന്നൊക്കെ പറഞ്ഞിരിക്കും. മനുഷ്യ ഓ ഇവിടുത്തെ വലിയ കലവായി കാവുമ്പിടിച്ച ചട്ടിയെ തട്ടാൻ വിളിക്കുക. എന്നാ മോളെ ഇങ്ങോട്ട് വന്നേ, വേറെ ഒന്ന് കീറിയിട്ടേ. വിറക് കീറാൻ ഞാനോ? ഇപ്പൊ ഒരു ടെക്നിക് കൊണ്ട് പറഞ്ഞുതരാം മോളെ. ഇടയ്ക്കിടയ്ക്ക് വരുന്ന സംഭവത്തിന്റെ പേരെന്തുവാ? മൂഡ് സ്വിങ്സ്. ആ എനിക്കിന്ന് വിറക് കീറാൻ പറ്റത്തില്ല, എനിക്കിന്ന് മൂൺ സ്വിങ്സാ. എങ്ങനുണ്ട്? അച്ഛനൊരു കാര്യം അറിയോ? എന്തുവാ? ആ വീട്ടില് ഞാൻ പട്ടിയെ പോലെ കിടന്ന് പണിയെടുക്കുന്നുണ്ട്. ഛോ. ഒന്ന് സഹായിക്കാൻ പോലും വരത്തില്ല ഈ അനുരാഗേട്ടൻ. ഈ അനുരാഗേട്ടൻ ഇത് കേൾക്കുമ്പോഴാ എനിക്ക് എന്റെ ദേഷ്യം വരുന്നത്. അതെന്താ അമ്മാവാ? എടാ വല്ല ചെല്ലപ്പെണ്ണോ തങ്കപ്പെണ്ണോ ഇടാനുള്ള മുഖമേ നിനക്കുള്ളൂ. ആ നീ അനുരാഗേട്ടൻ